പള്ളുരുത്തി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. മറൈൻ ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണ യോഗം ബ്ലോക്ക് പ്രസിഡന്റ് പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എച്ച് ഹരീഷിന്റെ അധ്യക്ഷതയിലാണ് കെ കരുണാകരൻ അനുസ്മരണം നടത്തിയത്. പള്ളുരുത്തി നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മറൈൻ ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണ യോഗം ബ്ലോക്ക് പ്രസിഡന്റ് പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരേ ഒരു പേരെയുള്ളൂ, കെ കരുണാകരൻ. ലീഡർ എന്ന് പറയുന്നത് ശ്രീ കെ കരുണാകരനെ അല്ലാതെ മറ്റൊരാളെയും പറയാനില്ല. നയിക്കുന്ന ആളാണ് ലീഡർ, നേതാവാണ് ഈ ലീഡർ. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ കെ കരുണാകരൻ. അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് പോലും ആ കാലഘട്ടങ്ങളിൽ കെ കരുണാകരൻ അങ്ങ് ഡൽഹിയിലെത്തണമായിരുന്നു. അങ്ങനെയാണ് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിത്തീരുന്നത്. അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം എല്ലാ നേതാക്കളും ശിരസ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതേപോലെ തന്നെ ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുന്നവരെല്ലാം ജോലിക്ക് പോകേണ്ടതും മറ്റുമുള്ള കാരണങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുന്നു. ഇനി കേരളത്തിൽ മുഖ്യമന്ത്രിയായി ആര് വന്നാലും ശരി, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ, പക്ഷേ എറണാകുളത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാൽ തീരാത്ത രീതിയിലാണ്. മണ്ഡലം സെക്രട്ടറി ഇന്നസെന്റ്, മൈനോറിറ്റി സെൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ലിജി ടൈറ്റസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ലൈല വിൻസെന്റ്, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ ജിബിൻ, UWC മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മഞ്ജു ടീച്ചർ, ഷാജി INTUC, ജോപ്പൻ, ചന്ദ്രൻ, ജെൻസൺ, ഷിൻസൺ, പീറ്റർ, ജാൻസി, ബാബുരാജ്, ഡഗ്ലസ്, തോമസ്, ഷോണി തുടങ്ങിയവർ പങ്കെടുത്തു. കുറിച്ച് പറയുകയാണെങ്കിൽ 12, അതായത് 9 പാർലമെന്ററി പാർട്ടി നേതാവായിട്ട്, 9 നിയമസഭയിലെ അംഗങ്ങളും പാർലമെന്റ് പാർട്ടി നേതാവായിട്ട് വന്നതിന് ശേഷം ആ ഒരു ഭരണത്തെ 114 പേരുള്ള നിയമസഭ അംഗങ്ങളുമായി ഭരണത്തിലേക്ക് കയറിയ ഏറ്റവും തന്ത്രജ്ഞനായ, ചാണക്യനായ ഒരു നേതാവായിരുന്നു നമ്മളുടെ കെ കരുണാകരൻ. അതുമാത്രമല്ല, എറണാകുളത്തിൻ്റെ വികസനത്തിന് വളരെയധികം, എറണാകുളത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം വികസനത്തിന് വളരെയധികം സംഭാവന നൽകിയൊരു നേതാവ് കൂടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാലത്ത് വമ്പിച്ച ഓഫറുകളുമായി സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സുകളും വൻ വിലക്കുറവിൽ. സോൾട്ട് സ്പെഷ്യൽ പ്രോഡക്ട്സ് ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളുടെയും പ്രോഡക്ട്സുകൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.